സ്പെയിനിന്റെ വടക്കൻ പ്രദേശത്തുകൂടിയുള്ള സഞ്ചാരം തുടരുകയാണ്. അന്തോറ എന്ന രാജ്യം സന്ദർശിച്ച ശേഷം രാവിലെ തുടങ്ങിയ യാത്രയാണ്. തോമസും ഞാനും കൂടി ദീർഘയാത്ര തുടരുന്നു. ഒരു മലമുകളിലൂടെയാണ് പോകുന്നത്. മലഞ്ചെരിവ് മുഴുവൻ മഞ്ഞു വീണ് കിടക്കുകയാണ്. ഈ മല സ്കീയിങ്ങിന്റെ വലിയൊരു കേന്ദ്രമാണ്. നിരവധി സ്കീ റിസോർട്ടുകളുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ സ്കീയിങ്ങിന് ധാരാളം ആളുകളെത്തുന്നു. ഞങ്ങൾ അല്പം മുൻപ് ലാ മൊളീന എന്ന ഒരു സ്കീ റിസോർട്ട് കണ്ടിരുന്നു. ഇനിയും അങ്ങോട്ട് ഈ വഴിയിൽ തന്നെ പല പല സ്കീ റിസോർട്ടുകളുണ്ട്. സ്പെയിനിൽ സ്കീയിങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് പിരണീസ് പർവ്വതനിരയുടെ ഭാഗമായ ഈ പ്രദേശങ്ങളെല്ലാം. ഇത് റോക്ക് ബ്ലാങ്ക് എന്ന സ്കീ ഏരിയയാണ്. ഇവിടം മൊത്തത്തിൽ ടോറന്റ് നെഗ്രേ എന്നാണ് അറിയപ്പെടുന്നത്. മലമുകളിൽ നിന്ന് പല സ്കീ സ്ലോപ്പുകളുണ്ട്. ധാരാളം ടൂറിസം ആക്ടിവിറ്റികളുണ്ട് ടോറന്റ് നെഗ്രേയിൽ. സാഹസിക വിനോദങ്ങളാണ് കൂടുതലും. സ്കീയിങ്ങിനു പുറമെ വീതി കുറഞ്ഞ മലയിടുക്കുകളിലൂടെ കയറിൽ തൂങ്ങിയിറങ്ങുന്ന ക്യാനണിംഗ്, പിരണീസ് പർവ്വതത്തിലൂടെയുള്ള ഹൈക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ് എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം നിരവധി സാഹസികർ ഇവിടെയെത്തുന്നു. ഞങ്ങളീ പോകുന്നതിന്റെ ഇടതുവശം ഫ്രാൻസാണ്. അതായത് ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ബോർഡർ പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ മലയിറങ്ങുകയാണ്. താഴോട്ടു വരും തോറും മഞ്ഞിന്റെ അളവ് കുറയുന്നു. പൈൻ പോലുള്ള മരങ്ങൾ. അങ്ങ് താഴെ ഒരു ഗ്രാമം കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്പാനിഷ് ഗ്രാമങ്ങളുടെ രൂപം അങ്ങനെയാണ്. ആധുനിക സ്പെയിനിന്റെ ഒരു മുഖമേ അല്ല അതിന്. ഒരു ഗോത്രഗ്രാമം പോലെ തോന്നും. ആ ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. ടോസസ് എന്ന ഗ്രാമമാണത്. രസകരമാണ് അതിന്റെ കാഴ്ച. ഒരു മലഞ്ചെരുവിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമം. ടോസസിന്റെ താഴെ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ഒരു റെയിൽവേ ലൈനും കടന്നുപോകുന്നു. R3 എന്നറിയപ്പെടുന്ന ആ റെയിൽവേ പാത യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ മലയോര റെയിൽവേ പാതകളിൽ ഒന്നാണ്. റെയിൽവേ ലൈനും നദിയും കുറുകെ കടന്ന് ഞങ്ങൾ ടോസസിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. നമുക്ക് ടോസസിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഞാൻ തോമസിനോട് പറഞ്ഞു. തോമസ് അങ്ങോട്ട് തന്നെ വണ്ടി വിട്ടു. പക്ഷേ ഒരു പ്രശ്നം, ഇവിടെയെങ്ങും ഒരു മനുഷ്യനെയും കാണുന്നില്ല എന്നതാണ്. യൂറോപ്പിലെ പല ഗ്രാമങ്ങളിലെയും ഇന്നത്തെ കാഴ്ച ഇതാണ്: വിജനത. ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ് ഈ ഗ്രാമം. പരുക്കൻ പാറയുടെ മുകളിൽ അതുപോലെ തന്നെ പരുക്കനായി കല്ലുകൊണ്ട് കെട്ടിപ്പടുത്ത കെട്ടിടങ്ങളും മതിലുകളും. വഴിയിൽ ഒരാളെ കണ്ടു. കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നാൽ കൂടുതൽ മനുഷ്യർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തോമസ് വണ്ടി വിട്ടത്. വണ്ടി മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ആരെയും കാണുന്നില്ല. ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേക്കും നേരത്തെ കണ്ട ആ മനുഷ്യൻ കാർ എടുത്ത് പോയിക്കഴിഞ്ഞു. ഞാൻ ഏതായാലും ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു പിക്കപ്പ് വാഹനം കിടപ്പുണ്ട്. ഒരു വീട്ടിലേക്കുള്ള എൻട്രൻസിലാണ്. പടിപ്പുരയാണിത്. ആ പടിപ്പുര കടന്നു ചെന്നാൽ പുല്ലുപിടിപ്പിച്ച ഒരു മുറ്റമാണ്. അതിനപ്പുറം നല്ല രസമുള്ള ഒരു വീട്. ജാലകങ്ങളിൽ കർട്ടനൊക്കെയുള്ള വീടാണ്. കല്ലുകൊണ്ട് റസ്റ്റിക് ശൈലിയിൽ പണിത വീടാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്തരം വീടുകൾ. മലമ്പ്രദേശങ്ങളിൽ നാടൻ രീതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണല്ലോ. ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്. കെട്ടിടത്തിന്റെ പുറം ഭിത്തിയിൽ ചെറിയൊരു അലമാരി. അതിൽ പുസ്തകങ്ങൾ. പബ്ലിക് പ്ലേസ് ആണ്. ആളുകൾക്ക് വേണമെങ്കിൽ എടുക്കാം. വായിച്ച ശേഷം തിരികെ വയ്ക്കാം. ഗ്രാമത്തിന്റെ സ്വഭാവവിശേഷമാണ് ഇവിടെ പ്രകടമാകുന്നത്. ആളുകളുടെ നിലവാരം അതിലുണ്ട്. മുകളിൽ റെസ്റ്റോറന്റും മറ്റും കാണാം. വാരാന്ത്യങ്ങളിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഗ്രാമമാണ് ടോസസ്. താഴെ കൂടി റെയിൽവേ ലൈൻ പോകുന്നത് കാണാം. വീടിന്റെ മേൽക്കൂരയിൽ വിരിച്ചിരിക്കുന്നത് തകിടാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പ്രത്യേക രൂപത്തിൽ വെട്ടിയെടുത്ത തകിട്. പക്ഷേ അടുത്തു ചെന്നപ്പോൾ അതല്ലെന്ന് മനസ്സിലായി. സ്ലേറ്റ് പാളികളാണിത്. സ്ലേറ്റ് പാറ കൃത്യമായി പിളർത്തെടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അത് തെന്നിപ്പോകാതിരിക്കാൻ ഓരോ ക്ലാമ്പും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മേച്ചിൽ രീതി. പുകക്കുഴൽ എല്ലാ വീടിനുമുണ്ട്. അതും കല്ലുകൊണ്ടുള്ളതാണ്. വീട് ചൂടാക്കാൻ വിറകാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. മേൽക്കൂരയിൽ ഇങ്ങനെ ഒരു പലക അടിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ സ്ലേറ്റ് പാളികൾ ഉറപ്പിക്കുന്നത്. അത് പ്രത്യേകമായ ഒരു മേച്ചിൽ ശൈലിയാണ്.
താഴെയുള്ള റെയിൽവേ ട്രാക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാം. ഇവിടെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. കുറച്ചുകൂടി ചെന്നു കഴിഞ്ഞാൽ ഒരു മലയെ തുരന്നാണ് റെയിൽവേ പോവുക. തുടർന്ന് ഫ്രാൻസിന്റെ ബോർഡർ കടക്കും. വീണ്ടും ഞാൻ നടന്നു. ഗ്രാമീണരായ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവരുടെ വീടൊന്ന് കയറി കാണണം. പശു വളർത്തുന്നവരാണെങ്കിൽ ഫാമും കാണണം. പക്ഷേ ഒരു വീട്ടിലും മനുഷ്യരെ കാണുന്നില്ല. സ്പെയിനിന്റെ ജിറോണ പ്രവിശ്യയിലെ ഒരു പുരാതന ഗ്രാമമാണിത്. 1000 വർഷം മുൻപ് റിപ്പോൾ ആബി എന്ന സന്യാസി മഠത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ഗ്രാമം. 12ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു കോട്ടയും പണിതിരുന്നു. പണ്ടുകാലം മുതൽക്കേ കൃഷിയും ആടുവളർത്തലുമൊക്കെയായിരുന്നു ഗ്രാമത്തിലെ ആളുകളുടെ ഉപജീവനമാർഗം. 1950കളിലാണ് ടൂറിസം മേഖലയിൽ ടോസസ് പരിചിതമായി തുടങ്ങിയത്. ചുറ്റുമുള്ള സ്കീ റിസോർട്ടുകളിൽ സ്കീയിങ്ങിന് വരുന്നവരും ഹൈക്കിംഗ്, ട്രക്കിംഗ് എന്നിവയ്ക്ക് വരുന്നവരുമൊക്കെ ഒരു ഇടത്താവളമാക്കാറുണ്ട് ഈ ഗ്രാമത്തെ. എങ്കിലും സ്പെയിനിലെ ഇത്തരം മറ്റു ഗ്രാമങ്ങളിലേതുപോലെ ഇവിടെയും ജനസംഖ്യ കുറയുകയാണ്. 200-ൽ താഴെ ആളുകളെയുള്ളൂ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ. വീടുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വളരെ പരുക്കൻ ഭാവത്തിലാണെങ്കിലും അകമൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പർവ്വതത്തിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത കല്ലുപയോഗിച്ചാണ് എല്ലാ കെട്ടിടങ്ങളും പണിതിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ സ്പെയിനിലെ മലയോര ഗ്രാമങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു വീടുകളുടെ നിർമ്മാണം. കാസിലുകളും കോട്ടകളും ഒക്കെ ഇത്തരം ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. ക്രിസ്തീയ സന്യാസിമാരും പ്രഭുക്കന്മാരുമായിരുന്നു ഓരോ ഗ്രാമത്തിൻ്റെയും ഭരണാധികാരികൾ. സമുദ്രനിരപ്പിൽ നിന്നും 1400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ടോസസ്. വർഷം മുഴുവൻ തണുപ്പുള്ള കാലാവസ്ഥയുള്ള ഗ്രാമം. തിരികെ വണ്ടിയിൽ ചെന്ന് കയറി. ആരെയും കാണാൻ പറ്റിയില്ല. പക്ഷേ കഥകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. മലഞ്ചെരുവ് മുഴുവൻ പല ലെവലുകളിലായി ടോസസ് ഗ്രാമമാണ്. 100ഓളം വീടുകളുണ്ടിവിടെ. ഈ പരിസരത്തെ പല ചെറുഗ്രാമങ്ങളും ടോസസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പാതയുടെ വീതി നന്നേ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ. ഒരു വണ്ടിക്ക് പോകാം. ഒരു ബസ് എതിരെ വന്നാൽ പ്രശ്നമാകും. ഒരു കാർ പെട്ടെന്ന് കയറി വന്നു. കാറിന് കടന്നു പോകാം. ഒരു ബസ്സിന് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം കഷ്ടിയാണ്. വൃത്തിയുള്ള റോഡ്, പക്ഷേ വീതി വളരെ കുറവാണ്. സ്പെയിനിൽ പിറനീസ് മലനിരകളിലും താഴ്വരകളിലും ആദിമകാലം മുതലേ ആളുകൾ ഒരു പരുക്കൻ ശൈലിയിലാണ് ജീവിച്ചു പോന്നത്. പ്രകൃതിയോടും കഠിനമായ കാലാവസ്ഥയോടും മല്ലിട്ടാണല്ലോ എന്നും അവരുടെ ജീവിതം. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന ഭാഗമായതിനാൽ ഇവിടുത്തെ ജീവിതശൈലി സ്പെയിനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ കാസ ദെ ലാ വില ദെ ടോസസ് എന്ന ഒരു ഗ്രാമം മുകളിലുണ്ട്. ടോസസിലെ കാസ ദെ ലാ വില എന്നാണ് പേരിന്റെ അർത്ഥം. ടോസസ് മുനിസിപ്പാലിറ്റിയുടെ ഭരണസിരാകേന്ദ്രം ഇവിടെയാണ്. റെയിൽവേ ലൈൻ ഒരു ലെവൽ പാലിച്ചാണ് പോകുന്നതെങ്കിൽ റോഡ് താഴ്ന്നും പൊങ്ങിയുമൊക്കെ പോകും. ബാഴ്സലോണയെ ഫ്രാൻസുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ ലൈനാണിത്. ഫ്രാൻസിന്റെ അതിർത്തിക്കപ്പുറം ലത്തോർ ദെ കരോർ എന്ന സ്ഥലത്താണ് ഈ ലൈനിലെ അവസാന സ്റ്റേഷൻ. അവിടെ വച്ച് ഈ ലൈൻ ഫ്രഞ്ച് റെയിൽവേയോട് കൂട്ടിച്ചേർക്കുന്നു. നേവ എന്ന ഒരു ഗ്രാമമാണ് താഴെ കാണുന്നത്. അവിടെ ഒരു ടൂറിസം റിസോർട്ട് കൂടിയുണ്ട്, പ്ലാനോൾസ് റിസോർട്ട്. ഇങ്ങനെ പോകുമ്പോൾ ജനവാസം തീരെയില്ലാത്ത പ്രദേശങ്ങളാണെന്ന് തോന്നുമെങ്കിലും ധാരാളം ആളുകൾ എന്റർടൈൻമെന്റിന് വരുന്ന സ്ഥലങ്ങളാണിതെല്ലാം. കാസിനോ ഉൾപ്പെടെ വമ്പൻ സജ്ജീകരണമുള്ള ഇടം. കാശുള്ളവർ ഉല്ലസിക്കാൻ വരുന്ന സ്ഥലങ്ങൾ. തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളോ വൻ ജനത്തിരക്കോ ഒന്നുമില്ല. ശാന്തമായ പ്രദേശങ്ങളാണ്. മലകൾക്കും താഴ്വരകൾക്കും വരണ്ട ഭാവമാണ്. പൊതുവെ സ്പെയിനിന്റെ ഭൂപ്രകൃതി ഇതാണ്. കൂറ്റൻ പാറക്കെട്ടുകൾ ഒരു വശത്ത്. നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നത് പോലെയുള്ള റോഡാണ്. സ്പെയിനിലെ വാഗമൺ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ഗ്രാമങ്ങളെ. എന്നാൽ മഞ്ഞും അതിലെ വിനോദങ്ങളുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ സാംസ്കാരിക പ്രാധാന്യവും ശാന്തതയും. ജിറോണ പ്രവിശ്യയിലെ റിപ്പോളസ് എന്ന കൗണ്ടിയിലുള്ള പ്രാധാന്യമാർന്ന ഒരു പർവ്വത പട്ടണമാണിത്. 3 നദികളുടെ സംഗമസ്ഥാനത്തുള്ള പട്ടണം. ചുറ്റുമുള്ള സ്കീ റിസോർട്ടുകളിൽ എത്തുന്നവർ താമസിക്കാനായി തിരഞ്ഞെടുക്കുക ഈ റൈബസ് ദെ ഫ്രെസർ പട്ടണമാണ്. കത്തലോണിയയിൽ ആദ്യമായി സ്കീയിങ് ആരംഭിച്ചത് ഇതിന്റെ പരിസരങ്ങളിലാണ്. 1908-ലായിരുന്നു അത്.
കൃഷിയും ഖനനവുമായിരുന്നു പണ്ട് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ. എന്നാൽ ഇന്ന് മുഖ്യ വരുമാന സ്രോതസ് ടൂറിസമാണ്. 2000-ഓളം ആളുകളുണ്ട് ഈ പട്ടണത്തിൽ. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. വർഷം മുഴുവൻ സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇടം. മിനറൽ വാട്ടറിന് പേരുകേട്ട സ്ഥലവുമാണിത്. ഐഗ്വ ദേ മിനറൽ എന്ന പ്രശസ്തമായ മിനറൽ വാട്ടർ ഇവിടുത്തെ നീരുറവകളിൽ നിന്നും എടുക്കുന്നതാണ്. പട്ടണം കടന്നു ചെല്ലുമ്പോൾ ഒരു പാലം കാണാം. അതിലൂടെ ഒരു ട്രെയിൻ കടന്നുവരുന്നു. ഇത് ഞങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചാണ് ക്രോസ് ചെയ്യുന്നത്. ട്രെയിൻ മുകളിലൂടെ പോയി. ഞങ്ങൾ താഴെ കൂടിയും. ബാഴ്സലോണയിൽ നിന്നും ഈ പട്ടണത്തിൽ ട്രെയിൻ എത്താൻ 2 മണിക്കൂറിലധികം എടുക്കും. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്രയാണത്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ്. ഇക്കാണുന്നത് റെയിൽവേ യാർഡാണ്. ഈ റൂട്ടിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് റൈബസ് ദേ ഫ്രസറിലേത്. ടൂറിസത്തിനു വേണ്ടിയുള്ള മൗണ്ടൻ ട്രാക്ക് റെയിൽവേയുടെ ഒരു സ്റ്റേഷൻ കൂടിയാണ് ഇവിടുത്തേത്. വീണ്ടും മറ്റൊരു പട്ടണത്തിലേക്കെത്തുന്നു. റിപ്പോൾ എന്ന പട്ടണമാണിത്. റൈബസ് ദേ ഫ്രസറിന്റെ തൊട്ടടുത്തുള്ള പട്ടണം. ഫ്രസർ, ടെർ എന്നീ നദികളുടെ സംഗമസ്ഥാനത്തെ പട്ടണമാണ്. 9-ാം നൂറ്റാണ്ടിൽ ഒരു മതകേന്ദ്രമായിരുന്നു റിപ്പോൾ. AD 880-ൽ സ്ഥാപിതമായ ഒരു മൊണാസ്ട്രി ഇവിടെയുണ്ട്. പഴയകാലത്ത് ഇരുമ്പ് വ്യവസായത്തിനും പ്രസിദ്ധമായിരുന്നു റിപ്പോൾ. ജിറോണ പ്രൊവിൻസിലെ സാമാന്യം വലിയൊരു പ്രദേശമാണ് റിപ്പോൾ. റിപ്പോളസ് എന്ന കൗണ്ടിയുടെ ആസ്ഥാന പട്ടണം. 10,000-ലേറെ ജനസംഖ്യയുണ്ട് ഇവിടെ. മധ്യകാലത്ത് നിരവധി ലോഹ വ്യവസായശാലകൾ ഇവിടെയുണ്ടായിരുന്നു. കത്തലാൻ മേഖലയിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇരുമ്പാണികൾ വൻതോതിൽ നിർമ്മിച്ചിരുന്ന പട്ടണം കൂടിയാണ് റിപ്പോൾ. എൽ ടെർ എന്ന നദിക്കു കുറുകെയുള്ള പാലം. അത് കടക്കുന്നതോടെ പുൽമേടുകളുടെ കാഴ്ചയായി. പശുക്കളെയും ആടുകളെയും മേയ്ക്കാനുള്ള പുൽമേടുകളാണ്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടെ രാമ എന്ന പേരിൽ ഒരു ബാറും റെസ്റ്റോറന്റും ഉള്ളതായി ബോർഡ് കണ്ടു. ഇന്ത്യക്കാരന്റെ സംരംഭമാണോ എന്നറിയില്ല. ജനവാസം നന്നേ കുറഞ്ഞ ഇടങ്ങളാണ്. അടുത്തതായി സാൻ ജോവാൻ ദേ ലെസ് അബാഡെസസ് എന്ന പട്ടണത്തിലേക്കെത്തി. ഒരു കന്യാസ്ത്രീ മഠത്തെ കേന്ദ്രീകരിച്ച് വളർന്ന പട്ടണമാണ് സാൻ ജോവാൻ ദേ ലെസ് അബാഡെസസ്. അബാഡെസസ് എന്നാൽ മഠാധിപതികൾ, കന്യാസ്ത്രീകൾ എന്നെല്ലാമാണ് അർത്ഥം. AD 887-ൽ ഈ മേഖലയിലെ പ്രഭുവായിരുന്ന വിഫ്രെഡ് തന്റെ മകൾ എമ്മയ്ക്ക് വേണ്ടിയാണ് ആശ്രമം സ്ഥാപിച്ചത്. കത്തലോണിയയിലെ ആദ്യ കന്യാസ്ത്രീ മഠമായിരുന്നു അത്. ഇപ്പോൾ 3000-ത്തിലധികം ആളുകളുണ്ട് പട്ടണത്തിൽ. മറ്റൊരു പട്ടണത്തിലേക്കെത്തുന്നു. ലാ കൊളോണിയ ലൗഡറ്റ് എന്ന പട്ടണമാണ്. ഒരു പഴയ വ്യവസായ കോളനിയായിരുന്നു ഇവിടം. ഖനികളിലും ലോഹ ഫാക്ടറികളിലും ജോലി ചെയ്യുന്നവരുടെ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്ന ഇടം. 1901-ൽ ജോസഫ് ലൗഡറ്റ് എന്നയാൾ ഒരു തുണിമിൽ സ്ഥാപിച്ചതോടെ അതിനെ ചുറ്റിപ്പറ്റിയാണ് പട്ടണം പിന്നീട് വളർന്നത്. അവിടം കഴിയുമ്പോൾ നീണ്ടു പരന്ന പുൽമേടുകളാണ്. കത്തുന്ന പച്ചപ്പുമായി നിൽക്കുന്ന പുൽമേടുകൾ. ഒരു ഉദ്യാനമൊരുക്കിയിട്ടതുപോലെയുണ്ട്. ഇത് മേച്ചിൽപ്പുറങ്ങളാണ്. ധാരാളം പശുക്കളുള്ള നാടാണിത്. കത്തലോണിയയുടെ ഉൾനാടുകളിലെ കർഷകരുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലാണ്. ഹോൾസ്റ്റീൻ ഫ്രീഷൻ എന്ന ഒരിനം പശുക്കളെയാണ് ഇവിടെ വ്യാപകമായി വളർത്തുന്നത്. ഉയർന്ന പാലുൽപാദന ശേഷിയുള്ള പശുക്കളാണത്. ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ സ്പെയിനിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. രാജാവാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനും ഭരണത്തലവനും. ഫെലിപ്പെ 6-ാമനാണ് ഇപ്പോഴത്തെ രാജാവ്. എന്നാൽ ഭരണത്തിന്റെ പ്രധാന തലവൻ പ്രധാനമന്ത്രിയാണ്. നിലവിൽ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ പെഡ്രോ സാഞ്ചസ് ആണ് പ്രധാനമന്ത്രി. വലതുപക്ഷ കക്ഷിയായ പീപ്പിൾസ് പാർട്ടിയാണ് പ്രതിപക്ഷത്ത്. സോഷ്യലിസ്റ്റ് പാർട്ടിയാവട്ടെ തീവ്ര ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. അതിനാലാണ് അമേരിക്കയുടെ എല്ലാ തീരുമാനങ്ങളെയും സ്പെയിൻ പിന്തുണയ്ക്കാത്തത്. ഇറാൻ പ്രശ്നത്തിലും വെനസ്വേലയിലെ ഇടപെടലിലുമെല്ലാം സ്പെയിൻ അമേരിക്കയ്ക്ക് എതിരാണ്. ഇപ്പോൾ ബസാലു എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു സ്റ്റോപ്പാണ്.
പ്രമുഖമായൊരു ചരിത്ര നഗരമാണ് ബസാലു. മനോഹരമായ മധ്യകാല പട്ടണം. പക്ഷേ ആ മനോഹാരിത ഇവിടെയല്ല. ഇത് നഗരത്തിന്റെ പുതിയ ഭാഗങ്ങളാണ്. ബസാലുവിന് ഒരു പുരാതന നഗരഭാഗമുണ്ട്. പുതിയ നഗരഭാഗം കഴിയുമ്പോൾ ഒരു നദിയാണ്, ഫ്ലൂവിയ എന്ന നദി. അതിനു കുറുകെ പുരാതനമായ ഒരു പാലം, പോന്ത് ഫോർട്ടിഫിക്കാറ്റ് എന്ന പാലമാണത്. 1000 വർഷം പഴക്കമുള്ള പാലം. ഇവിടെ ഇറങ്ങണം. നദിക്കരയിലെ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തു. ഇനി പാലത്തിലൂടെ നടന്ന് പഴയ നഗരത്തിലേക്ക് പോകാം. പണ്ട് നദി കടന്ന് നഗരത്തിലേക്ക് പോകാൻ ഈ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പഴയ കോട്ട നഗരമാണ് ബസാലു. AD 1075 ഈ പാലത്തിന്റെ നിർമ്മാണം. 14-ാം നൂറ്റാണ്ടിൽ അതൊന്ന് പുതുക്കിപ്പണിതു. അതാണ് ഇപ്പോൾ കാണുന്നത്. 105 മീറ്റർ നീളമുള്ള പാലമാണ്. ഇതിന് താഴെ 7 കമാനങ്ങളുണ്ട്. പല വലിപ്പമുള്ള കമാനങ്ങൾ. പാലത്തിന്റെ ഒരറ്റത്ത് കൂറ്റൻ പ്രതിരോധ ഗോപുരം. ഇതിലെ വാതിലടച്ചാൽ പിന്നെ ആർക്കും നഗരത്തിലേക്ക് കടക്കാനോ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനോ ആവുമായിരുന്നില്ല. 30 മീറ്റർ ഉയരമുള്ള ഗോപുരമാണ്. മധ്യകാലത്ത് പട്ടണത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കാനും നികുതി പിരിക്കാനും ഈ ഗോപുരം ഉപയോഗപ്പെടുത്തിയിരുന്നു. മധ്യകാലത്തെ പ്രമുഖവും സമ്പന്നവുമായ ഒരു നഗരമാണ് ബസാലു. പ്രഭുഭരണം നിലനിന്നിരുന്ന ദേശം. അക്കാലത്ത് നാടുവാഴികളായ പ്രഭുക്കന്മാർ തമ്മിൽ യുദ്ധം പതിവായിരുന്നു. ഫ്ലൂവിയ നദിയാൽ ചുറ്റപ്പെട്ടിരുന്നതിനാൽ താരതമ്യേന സുരക്ഷിതവുമായിരുന്നു അന്ന് ബസാലു. നദി നഗരത്തിനു ചുറ്റും ഒരു കിടങ്ങ് പോലെ വർത്തിച്ചു. ഒരു നിരീക്ഷണ ഗോപുരം കൂടിയായിരുന്നു പാലത്തിലെ ഗേറ്റ് ടവർ. ഞങ്ങൾ ഇവിടേക്ക് വന്ന പാലമാണ് അപ്പുറം കാണുന്നത്. അതിലൂടെയാണ് പുതിയ നഗരഭാഗത്തേക്ക് പോകുന്നത്. പഴയ നഗരത്തിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു കോട്ടവാതിൽ കൂടി കടക്കണം. അവിടം ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടർന്നു. കത്തലോണിയയിൽ ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ കാണാവുന്ന മധ്യകാല നഗരമാണ് ബസാലു. പാലത്തിന്റെ അറ്റത്തുള്ള 2ാമത്തെ പടിപ്പുരയിലേക്കെത്തി. ഇവിടെ കൂറ്റിനൊരു വാതിലുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വിദേശ നാടുകളിൽ നിന്നുള്ള ധാരാളം ടൂറിസ്റ്റുകൾ. അവർ വലിയ സംഘങ്ങളായി വഴിയിലെല്ലാമുണ്ട്. യൂറോപ്പിലെ ഒരു ടൂറിസം കേന്ദ്രത്തിലുള്ള എല്ലാ കാഴ്ചകളുമുണ്ട് ഇവിടെ. പലതരം ഹാൻഡിക്രാഫ്റ്റ്സ്, ടീഷർട്ടുകൾ എന്നിവയൊക്കെ വിൽക്കുന്ന കടകൾ. 100 പേർ വന്ന് തൊട്ടുനോക്കും, വില നോക്കും. അതിലൊരാൾ എന്തെങ്കിലും വാങ്ങിച്ചാലായി. ഓരോ കടയിലും നിറയെ സാമഗ്രികളുണ്ട്. പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ, കപ്പുകൾ, ചഷകങ്ങൾ എന്നിങ്ങനെ പലതും. ആകെ കളർഫുള്ളാണ്. ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയതിനു ശേഷം ഇത്രയും ടൂറിസ്റ്റുകളെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. കുറെ കടകൾ തുറന്നിരിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയായതിനാൽ തിരക്ക് കുറവാണ്. മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ. പല പല ഇടവഴികൾ. അത് നഗരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് നീണ്ടുപോവുകയാണ്. വഴിയരികിലൊക്കെ വിൽപ്പന വസ്തുക്കൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഞാൻ നേരെ പ്ലാസ മയോറിലേക്ക് നടന്നു. പലയിടത്തും കെട്ടിടങ്ങൾ റോഡിൽ നിന്ന് കുറെ താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. പണ്ട് റോഡിന്റെ ലെവലിലായിരുന്നിരിക്കണം. റോഡ് ഓരോ തവണയും നവീകരിച്ചപ്പോൾ കെട്ടിടങ്ങൾ താഴ്ചയിലായതാവാം. പുരാതനമായ കെട്ടിടങ്ങളാണ്. ആളുകൾ ഇന്നും താമസിക്കുന്ന വീടുകളാണവ. 1000-ഉം 1200-ഉം വർഷത്തെ പഴക്കമുണ്ട് ഈ ഓരോ കെട്ടിടത്തിനും. അതിനകത്തൊക്കെ എത്രയോ ആളുകൾ ജീവിച്ചിട്ടുണ്ടാവും. ഞാൻ അതാണ് ചിന്തിക്കുന്നത്. 100 തലമുറ മുൻപ് ജീവിച്ച ആളുകൾ. അവർ എങ്ങനെയായിരിക്കും ജീവിച്ചത്? അവരുടെ വസ്ത്രവും ഭക്ഷണവും എങ്ങനെയായിരുന്നിരിക്കും? അവരുടെ സങ്കല്പങ്ങൾ എന്തായിരിക്കും? നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ അവർ സ്വപ്നം കണ്ടിരിക്കുമോ? ചന്ദ്രൻ എന്നത് ഒരു ദൈവിക സങ്കല്പം മാത്രമായിരുന്നിരിക്കാം അവർക്ക്. ഞങ്ങൾ പ്ലാസ മയോറിലേക്കെത്തി. ബസാലുവിന്റെ ഹൃദയഭാഗത്തെ പ്രധാന ചത്തുരമാണ് പ്ലാസ മയോർ. പ്ലാസ ദെ ലിബർട്ടാറ്റ് എന്നും ഇതിന് പേരുണ്ട്. ബസാലുവിന്റെ സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനമാണിവിടം. ടൂറിസ്റ്റുകളാണ് എവിടെയും. നാട്ടുകാരെ അധികം കാണുന്നില്ല. മാപ്പ് നോക്കി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു ചിലർ. ചായയും കാപ്പിയും കുടിക്കുന്നവർ.
സ്ക്വയറിന്റെ ഓരങ്ങളിൽ റെസ്റ്റോറന്റുകളിലിരുന്ന് വൈനടിക്കുന്നവർ, സ്നാക്സ് കഴിക്കുന്നവർ. ഉച്ചനേരമാണ്. ഭക്ഷണം കഴിക്കേണ്ട നേരമായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ നടന്നു. ഉച്ചനേരമായതുകൊണ്ടാവാം ടൂറിസ്റ്റുകൾ കുറവ്. വൈകുന്നേരമാകുമ്പോൾ ഈ റെസ്റ്റോറന്റുകളിലെല്ലാം നല്ല തിരക്കുണ്ടാവും. 1-2 ദിവസം താമസിക്കാവുന്ന ശാന്തസുന്ദരമായ ഒരു പട്ടണമാണ് ബസാലു. ബഹളങ്ങളില്ല, ഒരു വണ്ടി പോലുമില്ല. അതാണ് ഈ ഓൾഡ് ടൗണിന്റെ പ്രത്യേകത. സ്ക്വയറിൽ നിന്ന് ഇടവഴികൾ പല സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്നു. ഞാൻ അതിലൂടെ നടന്നു. കാൽപ്പനികമെന്ന് തോന്നുന്ന ഒരു നഗരം. 1000 500 വർഷം മുൻപത്തെ ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഇപ്പോൾ മറ്റൊരു വലിയ സ്ക്വയറിലേക്ക് എത്തുകയാണ്. ബസാലുവിന്റെ കാഴ്ചകളിലൂടെ, ചരിത്രത്തിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.